തൃക്കണ്ണാട് തീരത്ത് കടലേറ്റം അതിരൂക്ഷമായി. കൊടുങ്ങല്ലൂർ മണ്ഡപം തകർച്ചയുടെ വക്കിലെത്തി. പലയിടങ്ങളിലും കടലെടുക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാത ഉപരോധിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. തൃക്കണ്ണാട് കടലോരത്തുള്ള കോട്ടിക്കുളം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ കൊടുങ്ങല്ലൂർ മണ്ഡപത്തിന്റെ പടിഞ്ഞാറ് വശമാണ് ശക്തമായ തിരയേറ്റത്തിൽ തകർച്ചയുടെ വക്കിലെത്തിയത്. തറയുടെ അടിഭാഗം തുരന്ന അവസ്ഥയിലായതിനാൽ മണ്ഡപം ഏതു നിമിഷവും തകർന്നടിയാവുന്ന നിലയിലാണ്. ഇത് കണ്ടറിഞ്ഞ് കുറുമ്പ ഭഗവതി ക്ഷേത്ര ഭരണസമിതി മണ്ണുമാന്തി, ടിപ്പർ എന്നിവ എത്തിച്ച് അടിയന്തര നടപടിയായി ഇവിടെ ചെങ്കല്ലുകൾ കൊണ്ടിറക്കിയിട്ടുണ്ട്. തറയുടെ ഒരു ഭാഗത്ത് വിള്ളൽ വീണിരിക്കുന്ന കെട്ടിടത്തെ താൽക്കാലികമായെങ്കിലും താങ്ങി നിർത്തുകയാണ് ലക്ഷ്യം. ഇത് എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ട്രോളിംഗ് നിരോധന സമയമായതിനാൽ തോണികൾ അറ്റകുറ്റപ്പണികൾക്കായി കരകയറ്റിയിട്ടിരിക്കുന്ന ഇടം വരെ ഇപ്പോൾ തിരയടിച്ചു കയറുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇത് ഇവിടുന്ന് 5 മീറ്റർ മാത്രം ദൂരത്തായുള്ള കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലേക്കും എത്താം. ഇങ്ങനെയെല്ലാമുള്ള അതീവ ഗുരുതരവും അസാധാരണവുമായ സാഹചര്യം വന്നുചേർന്നതോടെയാണ് കടലോരവാസികൾ കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാത വലകളും മറ്റും വെച്ച് ഉപരോധിച്ചത്. അരമണിക്കൂറോളമായി സമരം തുടരുകയാണെന്നറിഞ്ഞയുടൻ ബേക്കൽ പോലീസ് സ്ഥലത്തെത്തി. അനുനയ ശ്രമത്തിനിടെ പോലീസിനു നേരെയും പ്രതിഷേധക്കാരുടെ രോഷം അണപൊട്ടി. എല്ലാ വർഷം നടക്കുന്നില്ല. ഒരു കാര്യം റോഡ് സൈഡിൽ കുറച്ച് പഴയ കരിക്കലോട്ട് ഇട്ടല്ലാതെ ഒരു ഉപകാരം ഒടുവിൽ പ്രശ്നത്തിന് എത്രയും വേഗത്തിൽ പരിഹാരം കാണാമെന്ന പോലീസിന്റെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധക്കാർ പിന്തിരിഞ്ഞത്. പിന്നാലെ പോലീസ് തന്നെ റോഡിലെ തടസ്സങ്ങൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. വർഷങ്ങളായി ഈയൊരു സ്ഥിതിവിശേഷം തുടർന്നു വരികയാണെന്നും ഓരോ തവണയും പരിഹാര നടപടികളുടെ പേരിൽ തങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന അധികാരികൾ അതെല്ലാം പാടെ മറക്കുന്ന നിലപാടാണ് തുടർന്നു വരുന്നതെന്നുമാണ് ഇപ്പോഴും ഈ തീരദേശവാസികളുടെ പരാതി. 15 വർഷത്തോളമായി ഇവിടെ കടലാക്രമണം രൂക്ഷമായി നടക്കുന്നത്. ഓരോ വർഷവും ഇതിനെ പാർട്ടി നേതാക്കന്മാരും മന്ത്രിമാരും പഞ്ചായത്ത് ഇങ്ങനെ എല്ലാവരും വന്ന് നോക്കുന്നതല്ലാതെ ഒരു ശാശ്വതമായ പരിഹാരം ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ കടല കൂടുതൽ രൂക്ഷമാണ് ഈ വർഷം. തൃക്കണ്ണാട് മണ്ഡപത്തിൻ്റെ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ കുറുമ്പ ഭഗവതി ക്ഷേത്രം കുറച്ച് കരിങ്കല്ല് അടുപ്പിച്ചെടുത്തിട്ട് രക്ഷപ്പെട്ടാതെ പോകായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പൈസയുടെ കാര്യമുള്ള പ്രശ്നം. പക്ഷെ അത് ഔദ്യോഗികമായിട്ട് ചെയ്യേണ്ടതാരാണ്? ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ കളക്ടറുടെ മുൻകൈയെടുത്ത് ചെയ്യണം. ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂർ മണ്ഡപം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അത് ഞങ്ങളിങ്ങനെ കടല ആക്രമണം ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇവിടെയും കല്ലിടായിരുന്നു. പെട്ടെന്നാണ് ഇവിടെ കയറി വന്നത്. അപ്പോൾ ഇതിനും അവർ ആ ഗവൺമെൻറ്റിൽ നിന്നോ ഒരു എവിടെന്നെങ്കിലായി ഇപ്പോൾ പഞ്ചായത്തോ കളക്ടറേറ്റോ എവിടെന്നെങ്കിലും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ അവർ വന്ന് നോക്കുകയോ പഠിക്കുകയോ വന്ന് നോക്കിയതുകൊണ്ട് പ്രയോജനമില്ല. എന്തെങ്കിലും ചെയ്യണം, പ്രവർത്തി ചെയ്യണം. പിന്നെ ഈ ടെട്രാപോഡ് 50 കോടി പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. 50 കോടി കാശ് വരെ എത്തിയിട്ടില്ല. കളക്ടറേറ്റ് പറഞ്ഞു ഞങ്ങൾ എഴുതി പോയിട്ടുണ്ട്, എല്ലാം സാങ്ഷൻ ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ കാശ് ഗവൺമെന്റിൽ നിന്ന് റിലീസായിട്ടില്ല. പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് വൈകിട്ട് കളക്ടറേറ്റിൽ വെച്ച് ADMP അഖിൽ, തഹസിൽദാർ സുരേഷ്, കോട്ടിക്കുളം വില്ലേജ് ഓഫീസർ സതീശൻ എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ വ്യാഴാഴ്ച പ്രശ്നബാധിത ഇടങ്ങളിൽ കല്ലിറക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായി നാട്ടുകാരുടെ പ്രതിനിധികൾ അറിയിച്ചു. കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് VR സുരേന്ദ്രനാഥ്, ബേക്കലം കുറുമ്പ ഭഗവതി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് KV അജയകുമാർ, മറ്റ് ഭാരവാഹികളായ ഭാർഗവൻ, ജയഭാസ്കരൻ, TR നന്ദൻ, ഉദുമ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനയകുമാർ, ഷൈനിമോൾ, കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്രം സ്ഥാനികൻ ചന്ദൻ കാരണവർ, ധീവരസഭ കാസർഗോഡ് താലൂക്ക് സെക്രട്ടറി ശംഭു ബേക്കൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ.